ഉത്തമഗീതം അദ്ധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. തോട്ടങ്ങളിൽ മേയിപ്പാനും ശൂശാന പുഷ്പങ്ങൾ ഇറുത്തെടുക്കുവാനുമായി എൻ്റെ പ്രിയൻ സ്വന്തം തോട്ടത്തിൽ സുഗന്ധച്ചെടികളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവനും. അവൻ ശൂശാനകളുടെ ഇടയിൽ മേയിക്കുന്നു. എൻ്റെ പ്രിയേ, നീ മഹാസുന്ദരി തന്നെ. യെരൂശലേം പോലെ നീ മനോഹരതയുള്ളവൾ. തിരഞ്ഞെടുക്കപ്പെട്ടവൾ പോലെ നീ ഭയങ്കരയാകുന്നു. എൻ്റെ മുമ്പിൽ നിന്ന് നിന്റെ ദൃഷ്ടി തിരിക്കുക. എന്തെന്നാലവ എന്നെ പരിഭ്രമിച്ചിരിക്കുന്നു. നിന്റെ കേശഭാരം ഗിലെയാദ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയത്രേ. നിന്റെ ദന്തനിരകൾ രോമം കത്രിക്കൽ കഴിഞ്ഞ് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ. അവയിൽ ഒന്നിനും വന്ധ്യത്വമില്ല, തക്ക കാലത്ത് പ്രസവിക്കുന്നു. നിന്റെ കണ്ടമാകട്ടെ നിന്റെ മൂടുപടത്തിൻ കീഴിൽ മാതളപ്പഴ കഷ്ണം പോലിരിക്കുന്നു. എനിക്ക് 60 രാജ്ഞിമാരും 80 വെപ്പാട്ടികളും എണ്ണമില്ലാതെ യുവതികളുമുണ്ട്. എൻ്റെ നിഷ്കളങ്ക പ്രാവ് ഒരുവൾ മാത്രം. അവൾ അമ്മയ്ക്കൊരു മകളും ജനനിക്ക് വത്സലയുമാകുന്നു. പുത്രിമാർ അവളെ കണ്ട് സ്തുതി പാടും. രാജ്ഞികളും വെപ്പാട്ടികളും അവളെ പുകഴ്ത്തും. പ്രഭാതതുല്യം ശോഭയും ചന്ദ്രതുല്യം സൗന്ദര്യവും സൂര്യനെ പോലെ നൈർമല്യവും 10,000 തുല്യം ഭയങ്കരതയുമുള്ള ഇവൾ ആര്? സമതലത്തുള്ള സന്ധ്യത്തോട്ടം കാണുവാനും മുന്തിരിവള്ളികൾ തളിർക്കുകയും മാതളപ്പഴങ്ങൾ ഉണ്ടാകുകയും ചെയ്യുവോ എന്ന് നോക്കുവാനുമായി ഞാൻ തോട്ടത്തിലേക്ക് ചെന്നു. ഒരുക്കപ്പെട്ടിരിക്കുന്ന ജനത്തിൻ്റെ രഥത്തിൽ ഞാനറിയാതെ നീ എന്നെ ഇരുത്തി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.